ക്യാൻവയിൽ എങ്ങനെ ഒരു യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യുക. ക്യാൻവയുടെ സെർച്ച് ബാറിൽ യൂട്യൂബ് തംബ്നെയിൽ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം യൂട്യൂബ് തംബ്നെയിൽസ് കാണാവുന്നതാണ്. ഞാൻ അതിലൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. നിങ്ങളുടെ തംബ്നെയിൽ എത്രത്തോളം വ്യത്യസ്തമാണോ അതിനനുസരിച്ച് യൂട്യൂബ് വ്യൂസ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാനിവിടെ അതിലുള്ള ഒരു ഇമേജ് ഡിലീറ്റ് ആക്കി കളയുകയാണ്. ഇനി ഞാൻ അപ്ലോഡ്സിൽ പോയി ഒരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. എനിക്ക് ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഞാൻ ഇമേജ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഇമേജിൽ പോയി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയതായി കാണാം. ഇനി ഞാൻ എഡിറ്റ് ഇമേജിൽ തന്നെ ഷാഡോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ ഔട്ട്ലൈൻ ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഇതുപോലെ ഔട്ട്ലൈനുള്ള ഷാഡോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഷാഡോ കളറും ചേഞ്ച് ചെയ്തു. ഷാഡോ സൈസിലും മാറ്റം വരുത്തുന്നുണ്ട്. യൂട്യൂബ് തംബ്നെയിലുകളിൽ ഈ അടുത്തായി ഇത്തരത്തിലുള്ള ഷാഡോ ഇമേജസ് ധാരാളമായി കാണുന്നുണ്ട്. ഞാനിവിടെ എലമെൻറ്റിലുള്ള ടെക്സ്റ്റ് റിമൂവ് ചെയ്യുകയാണ്. ശേഷം ഇനി മെയിൻ ടെക്സ്റ്റിൽ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. സ്പീക്ക് ലൈക്ക് രൺബീർ എന്ന ടെക്സ്റ്റാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തു. ശേഷം ഹെഡിങ് ക്ലിക്ക് ചെയ്തു. അതിലിനി ഞാൻ രൺബീർ എന്ന് കൂടി ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു ടെക്സ്റ്റ് സൈസ് കൂട്ടുകയാണ്. എനിക്കിവിടെ ഒരു എലമെൻ്റ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഞാൻ ലെഫ്റ്റ് സൈഡിൽ എലമെൻറ്റ് ബാറിൽ ക്ലിക്ക് ചെയ്ത് പാച്ചസ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഗ്രാഫിക്സുകളും ഫോട്ടോകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ അതിൽ നിന്ന് ഒരു ഷേപ്പ് സെലക്ട് ചെയ്തു. ഇനി ഞാനിതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങളുടെ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. കളർ കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഡിസൈനുമായി ബന്ധമുള്ള കളർ കോമ്പിനേഷനുകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി ഞാൻ ഈ ഒരു പാച്ചസിൻ്റെ ട്രാൻസ്പാരൻസിയിൽ മാറ്റം വരുത്തുകയാണ്. ഞാൻ ഈ ഒരു എലമെൻറ്റ് മുകളിലായി പ്ലേസ് ചെയ്യുകയാണ്. ഈ ഒരു എലമെൻറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ശേഷം ഞാൻ അപ്ലോഡ്സിൽ പോയി ലോഗോ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൻ്റെ ലോഗോ ഏതെങ്കിലും ഒരു ഭാഗത്തായി പ്ലേസ് ചെയ്യാവുന്നതാണ്. ശേഷം ഞാൻ ആവശ്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരുത്തുകയാണ്. ഇനി എലമെൻറ്റ്സിൽ ആരോ എന്ന് സെർച്ച് ചെയ്യുകയാണ്. നമുക്കപ്പോൾ ഡിഫറെൻറ്റ് ആരോ ഷേപ്പുകൾ കാണാൻ പറ്റുന്നതാണ്. ഞാൻ അതിൽ നിന്ന് ഒരു ആരോ ഷേപ്പ് സെലക്ട് ചെയ്തു. അത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഏത് വിധേനയും യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലും വേണം യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ കളർ കൂടി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനായി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ക്ലിക്ക് ചെയ്യുക. ശേഷം കളർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക. ഇനി ടെക്സ്റ്റ് എഫക്ട്സിലാണ് ചേഞ്ചസ് വരുത്തുന്നത്. ഞാനിപ്പോൾ ഷാഡോ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്. എഫക്ട്സ് ചേഞ്ച് ചെയ്യാൻ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. മുകളിലുള്ള എഫക്ട്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഈ ഒരു യൂട്യൂബ് തമ്പനെയിൽ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി റൈറ്റ് സൈഡിലുള്ള ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ഓപ്ഷൻ അമർത്തുക. അതിൽ PNG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെ ഒരു യൂട്യൂബ് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് പഠിച്ചത്. താങ്ക് യു.